ശ്രീ സന്തോഷ് സുബ്രഹ്മണ്യം, അതായത് നമ്മൾ സ്മൃതി മന്ദാനയെക്കുറിച്ചും ഷഫാലിയെക്കുറിച്ചും ജമീമയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ജമീമയെക്കുറിച്ച് ഇനിയും പറയാനുണ്ടെന്നറിയാം. ഇനി നമ്മുടെ ക്യാപ്റ്റനിലേക്ക് വന്നാൽ ഹർമൻപ്രീത് കൗർ. നേരത്തെ നിഖിൽ ഹർമൻപ്രീതിനെ സ്മൃതി മന്ദാനയെ കോഹ്ലിയോടും ഹർമൻപ്രീതിനെ രോഹിത്തിനോടുമാണ് താരതമ്യം. എനിക്ക് കുറച്ചുകൂടി കടന്നു പോകുന്നുണ്ട്. ഹർമൻപ്രീത് ഈസ് ഈക്വൽ ടു ധോണി. ഒരു ധോണിയുടെ കൂളാണ്, അത്രമാത്രം കൂളാണ്, ഹാർഡ് ഹിറ്ററാണ്, ഒരു ഫിനിഷറാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട്. ഈ ഹർമൻപ്രീതിൻ്റെ കഴിഞ്ഞ ഇന്നിങ്സ് ഉണ്ടല്ലോ, അത് ഒരുപക്ഷെ ജമീമയുടെ ഈ വലിയ വിജയ ഇന്നിങ്സിന് പിന്നിലായിപ്പോയി. അല്ലെങ്കിൽ അത് എത്രമാത്രം, കാരണം എത്ര കൃത്യമായാണ് ആ കൂട്ടുകെട്ട് അവിടെ പടുത്തുയർത്തിയത്, വിജയത്തിലേക്ക് എത്തുമെന്ന് തോന്നിപ്പിച്ചത്. അപ്പോഴാണ് ഹർമൻ ഔട്ടാകുന്നത്. ഹർമൻപ്രീത് എന്ന താരം, ക്യാപ്റ്റൻ, എത്രത്തോളം നിർണായകം ഇന്നത്തെ ഫൈനലിൽ? വെരി കീ ഫാക്ടറാണ്. ഹർമൻപ്രീത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആസ് എ ക്യാപ്റ്റൻ ഹർമൻപ്രീത്തിന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ നോക്കിയാൽ മാത്രം വിൽ സീ ആ ഒരു അഗ്രസീവ്നെസ്, കോൺഫിഡൻസ് ലെവൽ ആൻഡ് ദ വേ ഗ്രൗണ്ടില് മൂവിങ് അറൌണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആസ് എ ക്യാപ്റ്റൻ. പ്ലസ് വളരെ വളരെ ഇന്റലിജന്റ് മൂവ്സ് ആണ്. ബാറ്റിംഗ്, ബൗളിംഗ് ചേഞ്ചസ്, ഫീൽഡ് സെറ്റിംഗ്, ടീമിൽ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോവുക. ഷീസ് എ വെരി ഐഡിയൽ ക്യാപ്റ്റൻ. ഈ ധോണി ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു മോൾഡിലുള്ളതാണ്. പ്ലസ് ഹർമൻപ്രീത്തിന്റെ ഫീൽഡിങ് അതും നമ്മൾ നോക്കേണ്ടതാണ്. വെരി സ്ട്രോങ് ഫീൽഡ്. കാര്യം ഈ ഒന്നോ രണ്ടോ ഒരു ബ്രില്യൻ ക്യാച്ചോ ഒരു ബ്രില്യൻ സേവ്, ഒരു ബൗണ്ടറി സേവ് ചെയ്യാത്ത ചെയ്യുമ്പോൾ തന്നെ അത് ടീമിന്റെ സ്പിരിറ്റ് അങ്ങനെ ലിഫ്റ്റ് ചെയ്യും. ഇന്ത്യക്ക് ഒരു ചെറിയൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഫീൽഡിങ്ങിലാണ് ഓവറോൾ. പക്ഷേ ഈ ജമീമയും ഹർമൻപ്രീത്തിന്റെ ഒക്കെ ഈ കുറച്ച് ബ്രില്യൻസ് ഫീൽഡിൽ കാണുമ്പോൾ ദാറ്റ് വിൽ ലിഫ്റ്റ് ദ സ്പിരിറ്റ്. സോ ഷീ ഈസ് ആൻ ഐഡിയൽ ക്യാപ്റ്റൻ. ആൻഡ് ഹർമൻപ്രീത് ആയിരിക്കും ഷീ ഈസ് ഗോയിങ് ടു പ്ലേ എ വെരി കീ റോൾ. ആൻഡ് സെമി ഫൈനൽസിലെ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ അത് ഓഫ്കോഴ്സ് ജമീമയുടെ ഇന്നിങ്സ് ഓവർ ഷാഡോ ചെയ്തു. പക്ഷെ അതൊരു ക്രിട്ടിക്കൽ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. നമ്മുടെ വിക്ടറിയുടെ ആ പാത്തിലോട്ട് ആ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അതുവരെ കൊണ്ടുപോയത് വളരെ ക്രിട്ടിക്കൽ. ഹർമൻപ്രീത് നേരത്തെ ഔട്ടായിരുന്നെങ്കിൽ എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. പ്രഷർ താഴോട്ട് വളരെ ഹൈ ആണ്. പക്ഷെ ആ ഇന്നിങ്സ് അൺഫോർച്ചുനേറ്റ്ലി ആ ഔട്ടായത് ആ ബോൾ കണക്ട് ചെയ്തില്ല. ക്രിക്കറ്റ് ഗെയിം അങ്ങനെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ബോൾ കണക്ട് ചെയ്തില്ല, മിസ് ഹിറ്റ് ചെയ്തു. എനിക്ക് മിഡ് വിക്കറ്റിലും കൊണ്ട് ക്യാച്ച് പിടിച്ച് ഔട്ടായി പോയി. അത് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഗോൺ ഫോർ 6, തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. പക്ഷെ ആ ഇന്നിങ്സ് വളരെ ക്രൂഷ്യൽ ആയിരുന്നു, വളരെ ക്രൂഷ്യൽ ഇന്നിങ്സ് ആയിരുന്നു. ആൻഡ് ഷുവർ ആ മെസ്സേജസ് വിച്ച് ഹസ് ഗോൺ ഡൗൺ ദി ഓർഡർ ഫ്രം ദ ക്യാപ്റ്റൻ അത് റിഫ്ലക്ട് ചെയ്തു. പിന്നെ വന്ന ബാറ്റ്സ്മെൻ അവർ മാച്ച് കളയാതെ ദേ പ്ലേഡ് ഓൺ ആൻഡ് സപ്പോർട്ടഡ് ജമീമ ടു നമ്മുടെ വിക്ടറിയിലോട്ട് കൊണ്ടുപോയി. സോ ഈ ഫൈനൽസില് Harmanpreet is going to play a very key role on the field as a captain and also batting. നമ്മുടെ ആ ബോഡി ലാംഗ്വേജും വേ വളരെ കോൺഫിഡന്റ് ആയിട്ട് ടീം കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഈ സോഫ്റ്റ്വെയർ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഹൈ പ്രഷർ മാച്ചിൽ പ്രത്യേകിച്ച്. ആൻഡ് ഷീ ഈസ് കേപ്പബിൾ ഓഫ് ദാറ്റ്. ആൻഡ് ഷീ അത് പ്രൂവ് ചെയ്തൊരു ഫാക്ടറാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു ലീഡറാണ്. സോ ഇന്ന് വേൾഡ് കപ്പ് എന്റെ ഇതൊരു ഇന്ത്യ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഷീ വിൽ ലിഫ്റ്റ് ദ ട്രോഫി. ആൻഡ് ആ ഒരു വലിയൊരു മൂവ്മെന്റ് ആയിരിക്കും ഫോർ ഹെർ ആൻഡ് ദ ഹോൾ ഓഫ് ഇന്ത്യ. ബട്ട് എനിക്ക് എന്റെ ഫീലിംഗ് ഷീ വിൽ ലീഡ് ഇന്ത്യ ടു വിക്ടറി. അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയർ ആണ്, എസ്പെഷ്യലി ടീമിനെ കൊണ്ടുപോകുന്നത്. യെസ് നിഖിൽ, കഴിഞ്ഞ 5 മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും നേർക്കുനേർ വന്ന 5 മത്സരങ്ങൾ 4ലും ജയിച്ചത് നമ്മളാണ്. ഒരു മത്സരം തോറ്റതാകട്ടെ, അത് ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ ദക്ഷിണാഫ്രിക്കയോട് തോറ്റത് 251 റൺസ് മാത്രമാണ് ഇന്ത്യ അന്ന് സ്കോർ ചെയ്തത്. പക്ഷേ 7 വിക്കറ്റുകൾ അവരുടെ നഷ്ടപ്പെട്ടു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 7ാമത് വന്ന ബാറ്റർ ക്ലോഡ് ട്രയോൺ, 8ാമതായി വന്ന നദീൻ ഡി ക്ലർക്ക്, ഈ 2 പേരാണ് ജയിപ്പിച്ചതെന്ന് ഓർക്കണം. കാരണം 7-8 നമ്പറിൽ വന്ന ബാറ്റർമാരാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുവന്നത്. അതായത് ഇന്ത്യയുടെ ഇന്ത്യ കയ്യിലിരുന്ന കളി അവർ തട്ടിപ്പറിക്കുകയായിരുന്നു. അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ഒരു ബാറ്റിംഗ് ഡെപ്ത് ദക്ഷിണാഫ്രിക്കയ്ക്കുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്പർ 9 വരെ ബാറ്ററാണ്. അതൊരു പരിധിവരെ ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. കാരണം ഇന്ത്യയുടെ സ്ട്രെങ്ത് ബാറ്റിംഗ് ആണ്, ബൗളേഴ്സ് അല്ല. എന്നിരിക്കെ ഈ 9 ബാറ്റർ ഉള്ള ഒരു ടീമിനെ നമുക്ക് എങ്ങനെയാണ് അനായാസം മറികടക്കാനാകുക? അതാകും ഒരു പക്ഷേ ഇന്ത്യൻ ടീം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം.
പക്ഷേ തീർച്ചയായും ഈ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവരുടെ ഓൾറൗണ്ട് മികവ് അതെടുത്ത് പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം മരിസാന ക്യാപ്പിനെ പോലുള്ള ഓൾറൗണ്ടർമാരാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, വനിതാ പ്രീമിയർ ലീഗ് WPL പ്രകടനങ്ങൾ ഇന്ത്യൻ താരങ്ങളുടെ പലരുടെയും കാര്യം നമ്മൾ ജമീമ അടക്കമുള്ളവർ പറഞ്ഞു. അത്തരത്തിൽ ഈ WPL ഇന്ത്യയിലെ പിച്ചുകളിൽ, പ്രത്യേകിച്ച് മുംബൈയിലെ DY പാട്ടീൽ അടക്കമുള്ള ആ ഒരു പിച്ചുകളിൽ സ്റ്റേഡിയത്തിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ് മരിസാന ക്യാപ്പിനെ പോലുള്ളവർ. അവരുടെ ഒരു പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും നിർണായകമാകും എന്നൊരു സംശയമില്ല. കൃഷ്ണാജി പറഞ്ഞതുപോലെ 9ാമത്തെ ബാറ്റർ വരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലേയിങ് 11 ഈ ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞിട്ട് കാര്യം ഒരു താരമാണ് ഈ മരിസാന ക്യാപ്പ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന ഒരു താരം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പിച്ചുകളിൽ, പ്രത്യേകിച്ച് മുംബൈയിലെ പിച്ചുകളിൽ, DY പാട്ടീലിലെ പിച്ചുകളടക്കം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കൂടിയാണ് മരിസാന ക്യാപ്പ്. ഒപ്പം അവരുടെ ബാറ്റിംഗ് ഡെപ്ത് തുടക്കത്തിൽ വോൾവാർഡ് മുതൽ ഇങ്ങോട്ട് മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് നിര തന്നെ അവർക്കുണ്ട്. വോൾവാർഡ് 470 റൺസാണ് ഈ ഒരു സീരീസിൽ, ഈ ഒരു വനിതാ ലോകകപ്പിൽ ഇതുവരെ ഈ ടൂർണമെൻറ്റിൽ നേടിയത് 470 റൺസാണ്. ഒപ്പം തന്നെ ടസ്മിൻ ബ്രിഡ്സിൻ്റെ ഒരു പ്രകടനം അതും എടുത്തു പറയുന്നതാണ്. ഷഫാലി വർമ്മയുടെ മറ്റൊരു ഗണത്തിൽപ്പെട്ട ആളാണ്. ഒരു ഹാർഡ് ഹിറ്ററാണ്, വളരെ പെട്ടെന്ന് എടുക്കുക എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ 0-ന് പുറത്തായി ഇന്ത്യക്കെതിരെ. അതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ പോലും ടസ്മിൻ ബ്രിഡ്സ് അവിടെയും ഇവിടെ ഷഫാലി വർമ്മയും 10 ഓവർ നിന്നാൽ കാര്യങ്ങൾ അപ്പാടെ മാറി മറിയുമെന്ന അവസ്ഥയുണ്ട്. ശ്രീ സന്തോഷ് സുബ്രഹ്മണ്യം, അതായത് മധ്യനിര അങ്ങ് നേരത്തെ ഒന്ന് പറഞ്ഞു പോയതാണ്. ഈ നമ്മുടെ ഹർമൻപ്രീത് കൗർ മുതൽ താഴേക്ക് ദീപ്തി ശർമ്മ, റിച്ച ഘോഷ്, അമൻജോത് കൗർ. അമൻജോത് ഒരു മത്സരത്തിൽ ഓപ്പൺ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ, കാരണം ക്ലാസി പ്ലെയറാണ്. ഈ റിച്ച, ദീപ്തി, ഹർമൻപ്രീത്, ഈ 3 പേരും ഹാർഡ് ഹിറ്റേഴ്സാണ്. നമ്മൾ റിച്ചയുടെ ഷോട്ട് കണ്ടു. ഈ മെൻ എങ്ങനെയാണോ ഷോട്ട് അടിക്കുന്നത്, മുട്ടുകുത്തിയിരുന്ന് അടിക്കുന്നതൊക്കെ 82 മീറ്ററൊക്കെയാണ് പോകുന്നത്. മാത്രമല്ല സ്ട്രൈറ്റിലേക്ക് ഒരു ലോഫ്റ്റഡ് ഷോട്ട് അതിഗംഭീരം. എന്നാൽ 2 ഷോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ മത്സരത്തിൽ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് ദീപ്തിയും റിച്ചയും 2-3 ഷോട്ടുകൾ അടിച്ച് മത്സരം നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നത്. ഈ മധ്യനിര അത് നൽകുന്ന പ്രതീക്ഷ എന്താണ്? പിന്നെ അമൻജോത് കൗർ കൂടി ഉണ്ട്, അതുകൂടി ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സ്ട്രെങ്ത് അവിടെയാണ് ഇരിക്കുന്നത്, മിഡിൽ ഓർഡറിൽ. ഇപ്പോ ഈ T20 ക്രിക്കറ്റിന്റെ T20 ക്രിക്കറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഉണ്ട്. പക്ഷേ ഈ T20 ക്രിക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയൊരു എന്ത് പറയാനാ ഒരു അഡ്വാൻറ്റേജ് ലോങ്ങർ ഫോർമാറ്റില് ഇന്ന് പ്ലേയേഴ്സിന് ഷോട്ട്സ് കളിക്കാനുള്ള കോൺഫിഡൻസ് വളരെ ഹൈ ആണ്. പണ്ട് ഈ T20 പുറയിലത്തെ കാലം നോക്കുമ്പോൾ ഒരു ഷോർട്ട് പിച്ച് ബോൾ ഔട്ട് സൈഡ് വാസ്റ്റും പോകുമ്പോൾ അത് മാത്രമല്ല പ്ലേയേഴ്സിനെ നമുക്ക് അധികം കിട്ടി, കുറേ അധികം പ്ലേയേഴ്സിനെ കിട്ടി. ഈ ഷോട്ട്സ് കളിക്കാനുള്ള കോൺഫിഡൻസ് ലെവൽ അന്ന് ഇത്രയില്ല. ഇന്ന് ഇറ്റ് ഇസ് ദയർ. അതാണ് ഈ താഴെ വരുന്ന ബാറ്റ്സ്മാന്റെ ധൈര്യത്തില് ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഈ ബോൾ 6 അടിക്കുന്നതും അവർ ഈവൻ നല്ല ബോൾ പിക്ക് ചെയ്ത് പുറത്ത് അടിക്കുന്നതൊക്കെ അത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്കില്ലാണ്. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആ ലോവർ ഓർഡർ, മിഡിൽ ഓർഡർ ലോവർ ആണ്. പക്ഷെ ഇതിൽ കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടും നമ്മുടെ മിഡിൽ ഓർഡറിന്റെ ഫൗണ്ടേഷനാണ്. കാര്യം ഫോർ എക്സാമ്പിൾ ഒരു 5 വിക്കറ്റോ 4-5 വിക്കറ്റ് ഇന്ത്യ പെട്ടെന്ന് ലൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ആ താഴെ വരുന്ന നമ്മുടെ ദീപ്തി, റിച്ച അവരുടെ മുകളിൽ വരുന്ന പ്രഷർ വളരെ ഹൈ ആണ്. അപ്പൊ അവരെങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോ വി ഹാവ് ടു പ്ലേ ദ 50 ഓവേഴ്സ്. ആ സമയത്ത് കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ലീഗ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത റിച്ചയാണ്, 94. റിച്ച കറക്റ്റ്. സോ നമ്മുടെ സ്ട്രെങ്ത് ഞാൻ പറഞ്ഞ പോലെ ഇരിക്കുന്ന അവിടെയാണ്. സ്റ്റിൽ ഒരു വലിയൊരു സ്കോർ ഉണ്ടെങ്കിൽ ആ മിഡിൽ ഓർഡറിന്റെ ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈ താഴെ ഇരിക്കുന്നവർക്ക് റൺ റേറ്റ് ആക്സിലറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ചേസ് ചെയ്ത് എന്തെങ്കിലും കാരണം ചേസ് ചെയ്ത് ബിഗർ സ്കോറിന് പോവുകയാണെങ്കിൽ അവർക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട് ഈ 3 പേർക്കും. സോ എല്ലാം സിറ്റുവേഷൻ പോലെ ഇരിക്കും ഹൗ ദേ കം അപ്പ്. ബട്ട് എന്റെ അസസ്മെന്റിൽ വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ മിഡിൽ ഓർഡർ വളരെ സ്ട്രോങ് ആണ്. താഴെ വരുന്ന ആ 3 പേരും, അതിന്റെ ഹർമൻപ്രീത്തിന്റെ താഴോട്ട് വരുന്ന 3 പേരും വളരെ കേപ്പബിൾ ബാറ്റ്സ്മാൻ ആണ്. സോ ദേ ക്യാൻ അഡ്ജസ്റ്റ്. കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് കളിക്കണമെങ്കിലും വിക്കറ്റ് റീറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ റൺ റേറ്റ് ആക്സിലേറ്റിംഗ് അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടാണ്. അപ്പൊ ഇന്ത്യയുടെ സ്ട്രെങ്ത് ഇന്ത്യ ഫുൾ ഇന്ന് യൂട്ടിലൈസ് ചെയ്ത് ഫുൾ കപ്പാസിറ്റിയിൽ കളിക്കുകയാണെങ്കിൽ ഓൾ വർക്ക്ഔട്ട്. സോ ഡെഫിനറ്റ്ലി. ഈ സന്തോഷ് സുബ്രഹ്മണ്യം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഓർമ്മ ശരിയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇല്ല, ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റേഴ്സ് ഇല്ല.
അതുകൊണ്ടൊരു പക്ഷേ ഇന്ന് ഈ രാധാ യാദവിന് പകരം സ്നേഹറാണ് ലെഫ്റ്റ് ആം സ്പിന്നറെ കൊണ്ടുവരിക, കൂടുതൽ സമ്മർദ്ദത്തിൽ അവരെ ആക്കുക എന്നൊരു തന്ത്രം മെനയാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മാച്ചിൽ ലീഗ് റൗണ്ടിൽ സ്നേഹ 33 റൺസ് എടുത്ത് ബാറ്റിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇല്ലാത്തത് ഓക്കെ, അതിന്റെ എത്രത്തോളം അതിന്റെ ഇമ്പാക്ട് വരും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാര്യം യെസ്, ലെഫ്റ്റ് ഹാൻഡർ ഉള്ളത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. കാര്യം മറ്റേ ടീമിനും ബൗളേഴ്സിനും ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉണ്ടെങ്കിൽ ഓഫ് സ്പിന്നർ ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയും. ബിക്കോസ് ഓഫ് സ്പിന്നർ ബോളിംഗ് ടു ലെഫ്റ്റ് ഹാൻഡർ. ഇപ്പൊ ഇന്ത്യക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറിന് ഒരുപാട് ഡിഫെൻഡ് ചെയ്യാൻ പോകും, ബാക്കി എല്ലാം റൈറ്റ് ഹാൻഡേഴ്സ് ആയതുകൊണ്ട് ഇന്ത്യയുടെ സ്ട്രെങ്ത് റിലേറ്റീവ്ലി ഓക്കെ എന്ന് പറയാം. ഭയങ്കര എക്സ്ട്രാordinary സ്പിൻ ബോളിംഗ് സ്ട്രെങ്ത് അല്ല എനിക്ക് ഉള്ളത്, പക്ഷെ റീസണബിളി ഓക്കെ. സോ ഈ നേരത്തെ പറഞ്ഞ പോലെ അവർക്കും ടോപ്പ് ഓർഡറാണ് അവരുടെ സ്ട്രെങ്ത്. വുൾവാർഡും ബ്രിറ്റ്സും എസ്പെഷ്യലി കാപ്പ്. ഇവരെ ലോ സ്കോറിൽ നമ്മൾ താക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇന്ത്യയുടെ സ്പിന്നേഴ്സ് ക്യാൻ റിയലി ടേക്ക് അഡ്വാൻറ്റേജ് ആൻഡ് താഴത്തെ ഓർഡർ ബാറ്റ്സ്മാനെ പിടിച്ചെടുക്കാൻ പറ്റും. സൗത്ത് ആഫ്രിക്ക നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കേപ്പബിൾ ബാറ്റ്സ്മാൻ ആണ്. നമ്പർ 8, നമ്പർ 9 വരെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ളവരാണ്. ദേ ക്യാൻ സ്പ്രിംഗ് അപ്പ് സർപ്രൈസസ് ദർ. സോ ഇന്ത്യയുടെ സ്പിൻ ബോളേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ ഉള്ളത് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ്. പ്രൊവൈഡഡ് വിക്കറ്റിൽ കുറച്ച് ടേൺ സെക്കൻഡ് ബോൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ടേൺ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ശരി, ഞാൻ അങ്ങനെ